കമ്പനിയിൽ നിന്ന് വന്നേക്കുക. 450 കോടി ഇന്ത്യൻ കറൻസി ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നാ പറയുന്നേ. എപ്പോ? നാളെ തന്നെ വേണം സർ. എങ്ങനെ കഴിയുന്ന? അതും ഡൽഹിയിൽ നിന്ന്. പോലീസിനെ കറക്റ്റ് ചെയ്യണം, ചെക്ക് പോസ്റ്റ് ക്ലിയർ ചെയ്യണം, മിലിറ്ററി, പാരാമിലിറ്ററി, STF കമാൻഡർ, അങ്ങനെ 6 ടീം ഉണ്ടാവും. ഡൽഹി സിറ്റി ഇൻസൈഡിൽ ഞങ്ങൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല സർ. UP ബോർഡർ നോയിഡ വന്നിട്ട് പണം തരാം. പണം സാർ അവിടെ നിന്ന് കൊണ്ടുപോയാൽ മതി. ഞാൻ ഡൽഹി വന്നിട്ടുണ്ട്. കറക്റ്റ് 10 മണിക്ക് ഫാക്ടറിയിൽ വണ്ടി എടുക്കാൻ പറയാം. രാവണ, കമ്പനിയിൽ നിന്ന് വണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. ഈ ബസ്സിലാ എമൗണ്ട് കയറ്റാൻ പോകുന്നത്. गाड़ी से निकल जाओ. क्या गाड़ी में ब्रेक नहीं? क्यों सडन ब्रेक डाला? सिग्नल देगा. इंडिकेटर ट्रेन लैंप ഒക്കെ പോയി. എങ്ങനെ നോക്കിയാലും ഒരു 6000 രൂപ മുകളിലാവും. ഡാമേജ് 6000 दे दो. ബസ് പൈസ നേരെ. കൂടെ നമ്മുടെ ആൾക്കാര് കൊൽക്കത്ത വരെ ടൂറിസ്റ്റ് വണ്ടിയെ ട്രാവൽ ചെയ്യും. രാവിലെ 9 മണിക്ക് വരാൻ പറ. പൈസ തന്നില്ല വണ്ടി പോലീസ് സ്റ്റേഷൻ കൊണ്ടുവിടുന്നു. 9 o'clock पैसा नहीं दिया तो गाड़ी पुलिस स्टेशन में രാവണ, വണ്ടി അവന്മാരെ ഇവിടെ നോക്കിക്കൊണ്ട് പോയി. വണ്ടി ഇവിടെ കിടക്കണ്ട. രാവിലെ നമുക്ക് 8:30 ഇറങ്ങാം. വണ്ടി കൊടുത്ത് പൈസ വാങ്ങിട്ട് വരാം. गाड़ी हर से कहा गया. गाड़ी किधर है? तो उसको पता नहीं है सर. പോയി അടുത്ത ആരോടെങ്കിലും ചോദിക്കാം. എടാ, നമ്മളെ വ്യാനം കൊണ്ട് പോകുന്നത് വലിയ അബദ്ധമെന്ന് തോന്നുന്നേ. എന്താ? ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. മന്ത്രി വിശ്വനാഥന്റെ പണിയാണെന്നാ തോന്നുന്നത്. ചാൻസ് ഇല്ല. വണ്ടിയിൽ പണം ഉണ്ടെന്ന് അറിയാതെ അവൻ എടുത്തോണ്ട് പോയതാണ്. ആ ഡ്രൈവറാണ് നമുക്കിട്ട് പണി തന്നെ. അവർക്ക് 6000 രൂപ കൊടുക്കുമായിരുന്നു, ഇത്ര പ്രോബ്ലം ഉണ്ടാവില്ലായിരുന്നു. എന്താ കാര്യം? ഇങ്ങോട്ട് നോക്കി. അതുകൊണ്ട് കാശ് വാങ്ങാൻ അവൻ തിരിച്ചു വരാതിരിക്കില്ല. കൂടുതൽ നമ്മൾ കളിക്കാൻ പോയ കാര്യങ്ങളെല്ലാം പുറത്താകും. ആദ്യം അവനെ പോയി എന്താണ് ഒരുപാട് പെട്ടികളുണ്ടല്ലോ. ഓപ്പൺ കരോ. ഇതെല്ലാം 2000 രൂപ കെട്ടുകളാണല്ലോ. एक मिनट, इसमें क्या है मैं देखता हूँ. ഇതാണോ അവന്മാർ എത്ര ടെൻഷൻ ആയത്? इसमें भी कैश है. ഇത് നേരായ വഴിക്കുള്ള പണമായിരിക്കാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യാം. വേണ്ട, ഈ പണം നേരിട്ട് ഗവൺമെന്റ് തന്നെ കിട്ടണം. അതിന് പറ്റിയ ഒരാൾ നമുക്കുണ്ട്. പ്രസിഡന്റിന്റെ വീട്ടുമുറ്റത്തിട്ടിരിക്കുന്നത്. ഈ സംഗതി ഞാൻ പ്രസിഡന്റിന് മെയിൽ ചെയ്യാൻ പോവാ. അതെന്തിനാ? ഈ പണം നേരിട്ട് ഗവൺമെന്റിന് തന്നെ കിട്ടണമെങ്കിൽ അദ്ദേഹത്തെ ഈ കാര്യം അറിയിക്കുന്നതാ ഒരേ ഒരു വഴി. അവരൊക്കെ റെസ്പോണ്ട് ചെയ്യൂടാ. എല്ലാ ഡിപ്പാർട്ട്മെന്റിനും പറഞ്ഞു വരുവാണ്. ഇൻകം ടാക്സ്, എൻഫോഴ്സ്മെന്റ്, പോലീസ്, വിജിലൻസ്, മിലിറ്ററി, STF, എന്താണ് ഇതൊക്കെ? സഹി ഭായ്, സബ് ഡിപ്പാർട്ട്മെന്റ് ലോഡ് ആയ. ഇതാണ് പ്രസിഡന്റിന്റെ പവർ. Investigation हो रहा है. A van with a huge amount of nearly 500 crores, all consisting of 2,000 rupees currencies, was left in front of the president's house. രാവണ, ബുർള കമ്പനിയുടെ വണ്ടിയല്ലേത്? ആരാടവൻ? ഏതവനാടാ ഇത് ചെയ്തേ? ആരത്? പ്രസിഡന്റിന്റെ മെയില്. ഗുഡ് സിറ്റിസൺ, പ്രൗഡ് ഓഫ് യു. താങ്ക് യു സാർ. രാവണ, നീ പെട്ടെന്ന് ഡൽഹിയിൽ നിന്ന് തിരിച്ചു വാ. എങ്ങനെ എനിക്കെല്ലാം കളഞ്ഞിട്ട് വരാൻ പറ്റും? പണം പോയാലും നീ ഉത്തരവാദിയല്ലല്ലോ. പിന്നെന്തിനാ നീ അവിടെ നിൽക്കുന്നേ? കാര്യം പ്രസിഡന്റിന്റെ ചെവിയിൽ വരെ എത്തി. ഇനി നീ അവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ല. ഉടനെ തിരിച്ചു വാ. വണ്ടി നിർത്തവിടെ. എങ്ങോട്ടാണ് ഈ വിട്ടടിച്ച് പോകുന്നത്? വെറുതെ ഫ്രണ്ടിനെ കാണാൻ പോവാ. നിന്റെ ഫ്രണ്ട് നിന്നെ കാണുന്ന സ്റ്റേജിലല്ലല്ലോ. ദേ,
നീ ആ രാമസ്വാമി ചെക്കൻ IAS പഠിക്കുന്നത് കാണാൻ മുസോറിക്കോ അങ്ങോട്ട് പോലെ. നീ അവന് ടാറ്റ കൊടുക്കാൻ പോലെ. അതല്ലേ സത്യം? വഴി മാറുന്നോ അതോ ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ എന്റെ നെഞ്ചത്തോടെ വണ്ടി കയറ്റി ഇറക്കിക്കൊണ്ട് പോയാൽ മതി. എടി പരമദുഷ്ടേ, ഒരിച്ചിരി മാറിയിരുന്നെങ്കിൽ പാണ്ടിലോറ് കയറി ആൾക്കായനോ നിന്റെ അയ്യോ ഗൂർക്ക ഇപ്പം കൂർക്കയായല്ലോ. ഇതുവരെയും ഒരു ദിവസം പോലും നിന്നെ പിരിഞ്ഞിരുന്നിട്ടില്ല. ഒരു വർഷം എങ്ങനെയായിരിക്കുക? 1 വർഷമോ 2 വർഷമോ ആയിക്കോട്ടെ, പഠിച്ച് കളക്ടറായിട്ട് വേണം വരാൻ കേട്ടോ. ഇന്ന് നിങ്ങൾ മിസോറി പോവുകയാണെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാ വിഷയം വന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. എന്താടാ ഇത്രയും താമസിച്ചേ? നല്ല ട്രാഫിക് ആയിരുന്നു. നോക്കി ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണമ്മേ. അതിന് ഞാനൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ. നീ എന്താ കളിക്കാണോ? അമ്മ മിസോറിലേക്ക് ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട്. 45 മിനിറ്റ്സിൽ പോയിട്ട് 45 മിനിറ്റ്സിൽ വന്നേക്കാം. ക്രെഡിറ്റ് കാർഡില് 1,25,000 പേ ചെയ്തു അമ്മ. എന്താ? പ്ലീസ് മേ. എന്ന് പോയിട്ട് വാ. ഇതാണ് അവസാനത്തെ വാണിങ്. ഇതിന് ശേഷം അവനെ കുറിച്ച് ഓർത്ത് മുഖവും വീർപ്പിച്ച് വീടിനകത്ത് ചുമ്മാ സങ്കടപ്പെട്ട് കുത്തിയിരുന്നാലുണ്ടല്ലോ അടിച്ച പല്ല് തെറിപ്പിക്കും. പറഞ്ഞേക്കാം. സുന്ദര, മോളുടെ കൂട്ടുകാരിയെ കാണാൻ വേണ്ടി മുസൂറി വരെ ഹെലികോപ്റ്ററിൽ പോവാം. പ്രൊസീജിയർ നോക്കി അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു കൊടുക്കുക. ഉപദേശൻ, നിങ്ങളൊന്ന് കൂടെ പോയിട്ട് വാ. ഓക്കെ മാഡം. മിനിസ്റ്ററോട് ഒരു വാക്കി വെച്ചിട്ട് ഈ കാര്യം സാറിനോട് ഇപ്പൊ ആരും പറയണ്ട. ഓക്കെ മാഡം. ഗുഡ്, വെരി ഗുഡ്. അവനാണെങ്കിൽ നിങ്ങളുടെ മകളെ വേണ്ടെന്ന് പറഞ്ഞ് നാട് വിട്ടു പോയിരിക്കുക. നിങ്ങളാണെങ്കിൽ അവളെ ഹെലികോപ്റ്ററിൽ കയറ്റി ടൂറിന് അയച്ചിരിക്കല. ടൂറിന് നോക്കടാ. Unity is the need of the hour. We got our independence 70 years back because of this unity. Is it your birthday today? Yes, sir. All of you, say your wishes. Thank you. Thanks. Now, change at the Portuguese system. As divided us into state-wise and status-wise. It has now further customized. ഒരു വർഷം കഴിഞ്ഞ് പറഞ്ഞ ഓക്കെ ആണോ? മനസ്സിലായില്ല. ഒരു വർഷം കഴിഞ്ഞ് ഐ ലവ് യു എന്ന് പറഞ്ഞ ഓക്കെ ആണോന്ന് ഇപ്പോഴേ പറയണമെന്നുണ്ട്. ട്രെയിനിങ് അല്ലേ?